ഈജിപ്തിന് വരുന്നതിന് മുമ്പ് നമ്മ യൂട്യൂബിൽ അന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ അത്രത്തോളം ഈജിപ്തിനെ പറ്റി ആരും അങ്ങനെ പറയാറില്ല. മെയിനായിട്ട് അന്ന് ഫുള്ള് എല്ലാവരും പറയണേ ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ അതിനെ പറ്റിയാ. ഈജിപ്ഷ്യൻസ് അഡ്മിഷന് റിലേറ്റീവ്ലി കുറച്ച് ടഫാണ് ഇപ്പോൾ നല്ലൊരു കൺസൾട്ടൻസി ഇല്ലെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. പിന്നെ ഉപ്പാക്കിന്റെ ഒരു കൊളീഗും ഉണ്ട്, ഒരു ഈജിപ്ഷ്യൻ. അപ്പൊ മൂപ്പരാളത്ത് ഈ യൂണിവേഴ്സിറ്റി വെച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു അവനായി നല്ല യൂണിവേഴ്സിറ്റിയാ. ഈജിപ്ഷ്യൻ സ്റ്റുഡൻസും അവർക്കും കയറാൻ കുറച്ച് ടൈറ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാ. ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല കൺസൾട്ടൻസി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അഡ്മിഷനൊക്കെ ഞാൻ അന്നും അറിയേണ്ടി വന്നില്ല. ഫുള്ള് അവരെന്നെ ഏറ്റെടുത്ത് ചെയ്ത് അവരുടെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ആയാലും എൻ്റെ ഡോക്യുമെന്റ് സബ്മിഷൻ ഒക്കെ ആയാലും അതിന് പോയി. എൻ്റെ പേര് മുഹമ്മദ് അദ്നാൻ. ഞാൻ 4th ഇയർ സ്റ്റുഡൻറ്റ്, MBBS സ്റ്റുഡൻറ്റ് ഫ്രം ഐൻ ഷംസ് കൈറോ. MBBS മെയിനായിട്ട് എനിക്ക് എൻ്റെ ഒരു 7th 8th തൊട്ട് എൻ്റെ ഒരു പാഷനായിരുന്നു MBBS ചൂസ് ചെയ്യണമെന്ന്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. മെയിൻലി അതാ. പിന്നെ പാരൻസും എൻ്റെ കൂടെ നല്ല സപ്പോർട്ടീവായിരുന്നു MBBSന് എടുത്തു. ബാക്കിയൊന്നും എൻജിനീയറിങ് ആയാലും ഇതായാലും എനിക്കൊരു അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ ഫീൽഡ് തന്നെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന മുമ്പ് എൻ്റെ 3 രാജ്യമായിരുന്നു. ഒന്ന് ഉസ്ബെക്ക്, അല്ലെങ്കിൽ ജോർജിയ, അല്ലെങ്കിൽ ഈജിപ്റ്റ്. കുറച്ചും കൂടി എനിക്ക് ഈജിപ്റ്റ് ബെറ്റർ ആയി തോന്നിയെന്ന് വെച്ചാൽ GCCയിലേക്ക് കുറച്ചും കൂടി മൈഗ്രേറ്റ് ചെയ്യാനും പിന്നെ എക്സ്പോഷർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി ബെറ്റർ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈജിപ്ഷ്യൻ ചൂസ് ചെയ്തു, ഈജിപ്റ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ഇന്ത്യയിലല്ല പഠിച്ചത്. ഞാൻ എൻ്റെ grade 1 to +2 വരെ ഞാൻ ഫുള്ള് GCCയിലാണ്, അബുദാബിയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു ഈജിപ്റ്റ് ഒരു ഫുള്ളി ഇതല്ലെങ്കിൽ ഒരു GCC ആയിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ബെറ്ററായി തോന്നി. മറ്റേ രാജ്യങ്ങളെന്ന് വെച്ചാൽ അവരുടെ ലാംഗ്വേജ്, ഇതാകുമ്പോൾ ഒരു അറബിക് കൺട്രി ആയതുകൊണ്ട് രണ്ടും ഏകദേശം ഇപ്പോൾ UAE ആയാലും ഈജിപ്റ്റ് ആയാലും രണ്ടും ഒരു സിമിലാരിറ്റി ഉണ്ടായതുകൊണ്ട് ബെറ്ററായി തോന്നി. അതുകൊണ്ട് എനിക്ക് അത്ര പേടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ഈജിപ്തിൽ ഇങ്ങനെ എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. റിസർച്ച് ചെയ്തപ്പോൾ ഈജിപ്തിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റിൻ്റെ പേര് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉപ്പാക്കിൻ്റെ ഒരു കൊളീഗും ഉണ്ട്, ഒരു ഈജിപ്ഷ്യൻ. അപ്പോൾ മൂപ്പരാളത്ത് ഈ യൂണിവേഴ്സിറ്റി വെച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു അവനായി നല്ല യൂണിവേഴ്സിറ്റിയാ. ഈജിപ്ഷ്യൻ സ്റ്റുഡൻസും അവർക്കും കയറാൻ കുറച്ച് ടൈറ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും കുറച്ച് അങ്ങനെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടൂല. ഐൻ ഷംസ് ആയാലും കൈറോ ആയാലും കുറച്ച് ഇതാണ്. നമ്മൾ പുറത്ത് കാണുന്ന ഈജിപ്ഷ്യൻസ് അല്ല ഇവിടെ ഈജിപ്തിലുള്ള ഈജിപ്ഷ്യൻസ് എന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റാണ്. പുറത്തെന്ന് വെച്ചാൽ കുറച്ച് റൂഡ്, കുറച്ച് അങ്ങനെ ഭയങ്കര ടോപ്പപ്പ് അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പാവം. നമ്മള് ഭയങ്കര ഇന്ത്യക്കാരെ ഭയങ്കര കാര്യമാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാല് ഒന്ന് കഴിഞ്ഞ അടുത്ത ഷാറുഖ് ഖാനാണ്, അവരുടെ ആൾക്കാരാണോ എന്നൊക്കെ ചോദിക്കണേ. അപ്പൊ അവർക്ക് ഭയങ്കര അതുകൊണ്ട് പിന്നെ ഒരു ഇന്ത്യക്ക് ഭയങ്കര സ്നേഹം. നമ്മളിത് അന്ന് ചായ കുടിക്കാം, അങ്ങനെ ഒരു ഭയങ്കര കെയറിങ്ങും ഭയങ്കര സ്നേഹം ഇതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യാം. പക്ഷെ പുറത്തത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര നല്ല ഇതാണ്. ഈജിപ്ഷ്യൻസ് അഡ്മിഷന് റിലേറ്റീവ്ലി കുറച്ച് ടഫാണ് ഇപ്പോൾ നല്ലൊരു കൺസൾട്ടൻസി ഇല്ലെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല കൺസൾട്ടൻസി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അഡ്മിഷനൊക്കെ ഞാൻ അന്നും അറിയേണ്ടി വന്നില്ല. ഫുള്ള് അവരെന്നെ ഏറ്റെടുത്ത് ചെയ്ത് അവരുടെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ആയാലും എൻ്റെ ഡോക്യുമെന്റ് സബ്മിഷൻ ഒക്കെ ആയാലും അതിന് പോയി. പിന്നെ സ്റ്റുഡൻസ് അഫെയർ ആയാലും നമ്മളെ നല്ല സപ്പോർട്ടീവാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അഫെയർസ് ഉണ്ട് നമുക്ക്. അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഇഷ്യൂയോ അല്ലെങ്കിൽ നമ്മളെ അക്കാഡമിക് റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മുടെ നോൺ അക്കാഡമിക് റിലേറ്റഡോ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ അവരുടെ ഇതായി അവരെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഈജിപ്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് നമ്മ യൂട്യൂബിൽ അന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ അത്രത്തോളം ഈജിപ്തിനെ പറ്റി ആരും അങ്ങനെ പറയാറില്ല. മെയിനായിട്ട് അന്ന് ഫുള്ള് എല്ലാവരും പറയണേ ജോർജിയ, യുക്രൈൻ അപ്പം എന്തായിരുന്നില്ല, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ അതിനെ പറ്റിയാ. ഈജിപ്തിനെ പറ്റി ആരും അങ്ങനെ MBBS കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ സീനിയേഴ്സ് അവിടുത്തെ ഒരു കൈറോ പഠിക്കുന്ന ഒരു സീനിയേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇവിടുത്തെ എങ്ങനെ പാറ്റേണും ഇതൊക്കെ. അപ്പോൾ ബെറ്ററായി തോന്നി. ഐൻ ഷംസ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ആകെ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ 5 സ്റ്റാർ QS റേറ്റിംഗ് കിട്ടിയേക്കുന്ന ആകെ ഉള്ളൊരു യൂണിവേഴ്സിറ്റി ഐൻ ഷംസ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട മെയിൻ എന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസ് ഉണ്ട്, എൻഡ് മൊഡ്യൂൾ എക്സാം, അതിൻ്റെ അസസ്മെൻറ്റ്, ഇതൊക്കെ ഒരു മാസം എന്തായാലും നമുക്കൊരു 1-2 വീക്സിൽ കൂടുമ്പോൾ എക്സാംസും വീക്ക്ലി ക്യൂസസും
പിന്നെ ഫൈനൽ എക്സാം വിത്തിൻ 3 months എല്ലാം കൂടും ഉണ്ട്. പിന്നെ ഓവർ റഷ് ഓഫ് സ്റ്റുഡൻസും ഇല്ല. ലൈക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പോലെ നമ്മളുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, ബട്ട് നോട്ട് ഓവറായിട്ട് സ്റ്റുഡൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ലൈക്ക് പ്രൊഫസേഴ്സ് ആയാലും നമുക്കായാലും ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ക്ലാസ് ആയാലും ഭയങ്കര റഷ് ഇല്ല. അറബിക് സ്റ്റുഡൻസ് ആയാലും നോൺ അറബിക് സ്പീക്കിംഗ് സ്റ്റുഡൻസ് ആയാലും വേറെ ക്ലാസ്സാണ്. നമുക്കൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ് ആണ്. അറബിക് സ്റ്റുഡൻസിന് അറബിക് സ്പീക്കിംഗ് ക്ലാസ് ഉണ്ട്, അതിൽ തന്നെ വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നല്ല ലൈക്ക് നമുക്ക് നല്ല ലാബ്സ്, ഹൈടെക് ലാബ്സും പിന്നെ നല്ല ക്ലാസ് റൂംസും AC ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ട്. എല്ലാം ഇതാണ് നല്ല യൂണിവേഴ്സിറ്റി ഇതാണ്. NMC ഗൈഡ് ലൈൻസിലേക്ക് ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി ഫോളോ ഉണ്ട് എന്ന് വെച്ചാൽ WHO ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഐൻ ഷംസും അല്ലെങ്കിൽ കൈറോ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ 54 months റൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മളെന്ന് വെച്ചാൽ 5 years ഡ്യൂറേഷൻ കോഴ്സാണ്. അതിലും നമ്മളുടെ ലൈക്ക് ഒക്കെ NMC ചെയ്ത പിന്നെ 1 year കമ്പൾസറി ഇന്റേൺഷിപ്പ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ലൈസൻസ് കിട്ടാൻ നമുക്ക് 2 years ഇന്റേൺഷിപ്പ് വേണം. ഇവിടെ 5+2 ആണ്. പക്ഷെ നാട്ടിൽ പോകണമെങ്കിൽ 5+1 അങ്ങനെ ഒരു രീതിയിലാണ്. ഞാൻ പറയാന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈക്ക് അവർ നമുക്കൊരു നല്ലൊരു ലോക്കൽ സപ്പോർട്ടായിട്ടുള്ള തരുന്ന ആരെങ്കിലും ചൂസ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് പേഴ്സണലി പറയാൻ ഫായിസ് ഉസ്താദ് എൻ്റെ ഫസ്റ്റ് ഇയർ ഇവിടെ വന്ന് ഫസ്റ്റ് സെം തൊട്ട് എനിക്കിപ്പോൾ ഇതുവരെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും ഇപ്പം ഞങ്ങളുടെ റൂമിൽ എനിക്ക് ഫസ്റ്റ് ഇയറിലേക്ക് എനിക്ക് അനുഭവം ഉണ്ട്. ഞങ്ങൾക്ക് അത്ര അറബി അറിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി ഉസ്താദിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും ഒന്ന് ഇതാക്കാൻ പറ്റുമോ. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് അറബി പഠിച്ച് അങ്ങനെ ഡീലാക്കി. പിന്നെ ഫുള്ള് നല്ലൊരു ലോക്കൽ സപ്പോർട്ടിൻ്റെ നമ്മളെ ഫുള്ള് ജേണി കുറച്ചുകൂടി ഇതാവും.